എല്ലാവർക്കും സലു സിമ്പിൾ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയിലെ ഉലുവയില ഉണക്കിയത്. പിന്നെ വേണ്ടത് നാരങ്ങാ നീരാണ്. പകുതി നാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസ്റ്റായിട്ട് നാരങ്ങാ നീര് നമ്മൾ ഇതിലേക്ക് എടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ മസാലക്കൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. മൊത്തം 4 പീസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ മസാല നമുക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. അപ്പം നന്നായിട്ട് വരഞ്ഞെടുക്കണം ചിക്കൻ, എങ്കിൽ മാത്രമേ ഈ മസാല ഉള്ളിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പം ഞാൻ മസാലയൊക്കെ ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം കുറഞ്ഞത് ഒരു 1/4 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പം ഞാനിത് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. തലേ ദിവസം തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മളുടെ ചിക്കൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ എയർ ഫ്രയറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറിലേക്ക് നമ്മുടെ ഈ ചിക്കൻ പീസസ് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എയർ ഫ്രയറിൽ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പം ഒട്ടും ഓയിലോ ഒന്നും നമ്മൾ ചേർക്കത്തില്ല. നമ്മൾ ചേർത്തത് തന്നെ ഒലിവ് ഓയിലാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസ് ഇട്ടിട്ട് ഞാനൊരു 31 മിനിറ്റാണ് ഇതിൽ സെറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. അതിനനുസരിച്ച് അത് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അരി നന്നായിട്ടൊന്ന് കഴുകി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കുതിർന്നാൽ മാത്രം മതി കേട്ടോ. ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ മസാലയ്ക്ക് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1 കപ്പോളം തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഈ തൈരിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം ഉണ്ടല്ലോ, ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ക്യാപ്സിക്കം ഒക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ വേണ്ടത് പച്ചമുളക്. ഞാനിവിടെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ ഇത് ഫ്രൈഡ് ഒണിയൻ ആണ്. ഇത് ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത ഒണിയനാണ്. ഒരു 1/4 കപ്പ് ഇട്ടത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്. പിന്നെ വേണ്ടത് 2 തക്കാളി കട്ട് ചെയ്തതാണ്. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ ബിരിയാണിയുടെ മസാലക്കൂട്ടെന്ന് പറയുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. കാരണം നമ്മൾ ഒട്ടും ഓയിലോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ഫ്രൈഡ് ഓണിയൻ തന്നെ ഞാൻ എയർ ഫ്രയറിലാണ് തയ്യാറാക്കി എടുത്തിരുന്നത് കേട്ടോ. ഇപ്പൊ ഒരു 11 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴേക്കും ഞാൻ ചിക്കൻ പീസസ് ഒന്ന് മറച്ചു വെച്ചു കൊടുക്കാണ് കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കും. കാരണം 2ഇടവും ഒരേപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. ഓൾമോസ്റ്റ് കണ്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇനി ഒരു 11 മിനിറ്റും കൂടെ ആകുമ്പോൾ കറക്റ്റ് പരുവത്തിൽ നമുക്ക് എയർ ഫ്രയർ ചിക്കനും റെഡിയായി കിട്ടും കേട്ടോ. അപ്പം അതവിടെ റെഡിയാകുന്ന ടൈമിൽ നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഷാജീരകം ഇത്രയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട ശേഷം കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത് കീറിയിട്ടൊന്നുമില്ല, വെറുതെ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഇത്രയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോന്ന് നോക്കിയ ശേഷം തിള വരാനൊന്നും നിൽക്കണ്ട. തിള വരുന്നതിന് ജസ്റ്റ് മുൻപ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി, ഊറ്റി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിപ്പം അരി നമ്മൾ ഫുള്ളായിട്ട് വേവിച്ചെടുക്കത്തില്ല കേട്ടോ. ഒരു 90% വെന്താൽ മതിയാകും. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അരിയുടെ പരുവം ഒന്ന് നോക്കിയേക്കണം കേട്ടോ. അപ്പൊ ഈ സമയം നമ്മളുടെ എയർ ഫ്രയർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് പരുവത്തിന് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പാനിലേക്ക് ഈ റെഡിയായ ചിക്കൻ 2 പീസ് വെച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ 2 പാനിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഈ ഒരു പാനിൽ ഫുള്ളായിട്ട് വെക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് മറ്റൊരു പാനിലും കൂടെ റെഡിയാക്കാണ്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടുണ്ടല്ലോ, അത് ഇതുപോലെ ഇതിന്റെ മീതെ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമുക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ ഇല്ല എന്നുണ്ടെങ്കിൽ
ഒട്ടും ഓയിലില്ലാതെ നമ്മൾ ഈ ചിക്കനെ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. അങ്ങനെയും നമുക്ക് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ഇപ്പം എന്നും ഒരേ ടൈപ്പിൽ നമ്മൾ കഴിക്കുമ്പം ഒരു മടുപ്പുണ്ടാവും. അപ്പം റെഡിയാവാൻ ഞാൻ ഒന്ന് മൂടി വെച്ചു കൊടുത്തിരിക്കണേ. അപ്പം ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല, മൂടി മാറ്റിയപ്പോഴേക്ക് ഇതാ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഒന്ന് വരുന്നതുണ്ടോ. ആ സമയത്ത് നമുക്ക് ഈ ചിക്കൻ പീസസ് ഇതാ മറിച്ച് വെച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പൊ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, എപ്പോഴും അത് കഴിക്കരുതെന്നേ ഉള്ളൂ. അപ്പൊ ദാ ഇതുപോലെ ബിരിയാണി ആയതുകൊണ്ട് അപ്പൊ ദാ വീണ്ടും ഞാനൊന്ന് മൂടി വെച്ചു കൊടുക്കാണ്. അപ്പൊ ഈ സമയം നമുക്ക് റൈസ് എന്ത് പരുവായെന്ന് നോക്കാം. ഇതാ കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഓവർ കുക്കാവാൻ പാടില്ല. ഓവർ കുക്കായി കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി റെഡിയാക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ ഇതാ ഒരു വലിയൊരു അരിപ്പയിൽ ഇതാ ഇതുപോലെ കോരിയെടുക്കുകയാണ്. കോരിയെടുത്തിട്ട് ഇതാ ഇപ്പം നമ്മളുടെ ചിക്കൻ്റെ അടപ്പൊന്ന് മാറ്റിയ ശേഷം കോരിയെടുത്ത റൈസ് ഇതിന് മീതെ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 പാനിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഇതിന്റെ പാകത്തിനുള്ള റൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു 90% മാത്രം വെന്താൽ മതി റൈസ്, ബാക്കി ഇതിലിരുന്ന് അങ്ങ് കുക്കായിയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ സാഫ്രോൺ പാലിൽ കലക്കിയത് കുറച്ച് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. പിന്നെ മൂടി തുറന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ ഇതാ കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പൊ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബിരിയാണി തന്നെയാണ്. ഇപ്പൊ ഇത് അടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പൊ മസാല കുറച്ച് മതിയെങ്കിൽ കുറവായിട്ട് എടുക്കാം. ഞാൻ ഈ ഒരു പാനിൽ ഒരുപാട് മസാലയൊന്നും ഇട്ടിട്ടില്ല, നിങ്ങൾ കണ്ടില്ലേ, വളരെ കുറച്ച് മസാല ഇട്ടിട്ടാണ് റെഡിയാക്കി എടുത്തത്. അപ്പൊ ദാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ നമ്മളുടെ ആ മസാലയും ആ ചിക്കനും എല്ലാം കൂടി നല്ല ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ വല്ലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, വല്ലപ്പോഴും ഇങ്ങനെയും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എപ്പോഴും ഒരേ രീതിക്ക് കഴിക്കുമ്പോൾ ചിലപ്പം മടുപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്തത്. അപ്പോൾ ഇതാ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ രണ്ടാമത് വേറൊരു പാനിലേക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കിയില്ല, അതാണ് ഇത് കേട്ടോ. അപ്പം അതും കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. കണ്ടോ, മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയർ ഫ്രയർ ഇല്ല എന്ന് കരുതിയിട്ട് വിഷമിക്കൊന്നും വേണ്ട. നമ്മളിത് ഈ ചിക്കൻ റെഡിയാക്കിയ ശേഷം നമ്മൾ ആവി ഏറ്റി എടുത്താൽ മതി. അതായത് നമ്മളൊരു സ്റ്റീമർ വെച്ചിട്ട് അടിയിൽ വെള്ളം വെച്ച ശേഷം തട്ടിൽ ഈ ചിക്കൻ വച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ടൈമിൽ നമ്മൾ വയ്ക്കേണ്ടി വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ തിരിച്ച് മറിച്ചു ഇട്ടെടുക്കുമ്പോഴേക്കും ആ ചിക്കനും റെഡിയായി കിട്ടും. അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിപ്പം ചൂടോടുകൂടി തന്നെ വിളമ്പുകയാണ്.